മലയാള സിനിമ ആകെ പ്രതിസന്ധിയിലാണ്. 2025 റിലീസുകളുടെ എണ്ണം 50നോടടുത്തെത്തി. ആകെ വിജയിച്ചത് ഒരേ ഒരു ചിത്രം മാത്രവും. ജൂൺ മുതൽ സിനിമാ ഷൂട്ടിംഗ് ഉൾപ്പെടെ നിർത്തിവെച്ച് സമരമെന്ന് പ്രഖ്യാപിച്ച നിർമ്മാതാക്കളുടെ സംഘടനയും ഇത്തരത്തിൽ ആകെ മൊത്തം പ്രതിസന്ധിയുടെ കയത്തിൽ നിൽക്കുകയാണ് മലയാള സിനിമ. തിയേറ്ററുകളിൽ നിന്ന് അകന്ന പ്രേക്ഷകരെ തിരികെ എത്തിക്കാൻ ഇൻഡസ്ട്രിയുടെ അവസാന പ്രതീക്ഷയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന എമ്പുരാൻ. 140 കോടിയിലേറെ ബജറ്റിൽ ഇതര ഭാഷകളിലും പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ റിലീസ് മാർച്ച് 27-നാണ്. തിയേറ്ററുകളിൽ നിന്നും പരമാവധി കളക്ഷൻ നേടാനുള്ള തന്ത്രങ്ങളാണ് നിർമ്മാതാക്കൾ പയറ്റുന്നത്. ആദ്യ 2 ആഴ്ച പരമാവധി കളക്ഷൻ നേടി തിയേറ്ററിൽ നിന്ന് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനാണ് ശ്രമം. കേരളത്തിലെ 700 സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് വിവരം. സംസ്ഥാനത്ത് ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ റിലീസാവും എമ്പുരാൻ. ലഭ്യമായ സ്ക്രീനുകളുടെ 90% ഉപയോഗപ്പെടുത്തിയാണ് അണിയറ പ്രവർത്തകർ മുന്നോട്ടു പോകുന്നത്. കേരളത്തിന് പുറത്തും പരമാവധി തിയേറ്ററുകളിൽ ചിത്രം എത്തിക്കുന്നുണ്ട്. റിലീസ് തീയതി മുതൽ പ്രമോഷൻ വരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. വലിയ ഹൈപ്പിലെത്തുന്ന എമ്പുരാനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിൽ ചില ചിത്രങ്ങളുടെ റിലീസിംഗ് അണിയറ പ്രവർത്തകർ മാറ്റിയിട്ടുണ്ട്. താരതമ്യേന ചെറിയ ബഡ്ജറ്റിലുള്ള ചിത്രങ്ങളാണിത്. മലയാളത്തിലെ OTT റൈറ്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന ചിത്രത്തിനാണ്. 35 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത്. ഈ റെക്കോർഡ് എമ്പുരാൻ മറികടക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. ഇപ്പോൾ മലയാള സിനിമകൾക്ക് കാര്യമായ OTT വരുമാനം ലഭിക്കുന്നില്ല. മറ്റ് സ്രോതസ്സുകളിൽ നിന്നും പലരും സിനിമ കാണുന്നതിനാൽ OTT പ്ലാറ്റ്ഫോമുകൾക്കും കാര്യമായ നേട്ടമില്ല. എന്നാൽ എമ്പുരാൻ്റെ ഹൈപ്പ് നേട്ടമാകുമെന്നതിനാൽ OTT കമ്പനികൾ പണം മുടക്കുമെന്നതിന് മടി കാണിക്കില്ല. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് സംപ്രേഷണാവകാശം വിറ്റുപോയിട്ടുണ്ട്. അതും റെക്കോർഡ് തുകയ്ക്കാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എമ്പുരാൻ്റെ റിലീസ് പുതിയൊരു റെക്കോർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പല റെക്കോർഡുകളും തകർക്കുമോ? സിനിമയുടെ ഒരു പുതിയ ദൃശ്യാനുഭവം മലയാളി പ്രേക്ഷകർക്ക് നൽകാൻ എമ്പുരാൻ്റെ ടീമിന് സാധിക്കുമോ എന്നതൊക്കെ. അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.